ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ ട്രേഡിലേക്കാണ് വിളിച്ചത് നോക്കുന്നത്? ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഫിറ്ററാണ്. 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റ് 5 വേക്കൻസി, ഒ ബി സിക്ക് 1 വേക്കൻസി. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടെ തന്നെ ITI പാസ്സായിരിക്കണം. ഇൻ ഫിറ്റർ ട്രേഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് 1 ഇയർ ആണെന്നും പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന പ്ലംബറാണ്. ജനറൽ കാൻഡിഡേറ്റിന് 1 വേക്കൻസിയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITI പാസ്സായിരിക്കണം. വിത്ത് പ്ലംബർ ട്രേഡിൽ 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് പീരീഡ്. പിന്നീട് വിളിച്ചിരിക്കുന്ന ഇലക്ട്രീഷ്യനാണ്. 2 വേക്കൻസിയാണ് ജനറൽ കാൻഡിഡേറ്റ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITI പാസ്സായിരിക്കണം. ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് പീരീഡ് എന്ന് ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ ജനറൽ കാൻഡിഡേറ്റിന് 1 വേക്കൻസിയാണ്. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITI പാസ്സായിരിക്കണം. ITI നിങ്ങൾക്ക് ഗ്യാസ് വെൽഡർ ആൻഡ് ഇലക്ട്രിക് ട്രേഡിലായിരിക്കണം നിങ്ങൾ, അതായത് വെൽഡറിലായിരിക്കണം നിങ്ങൾ ITI പാസ്സായിരിക്കേണ്ടത്. 1 ഇയർ ആയിരിക്കും നിങ്ങൾ ട്രെയിനിങ് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ ഒരു പറയുന്നുണ്ട് ഡിപ്ലോമ, അതുപോലെ PE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ അതുപോലെയുള്ള തത്തുല്യമായി പഠിച്ച് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവരോട് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്താൽ അവരെ പരിഗണിക്കത്തില്ലെന്നും പറയുന്നുണ്ട്. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്, 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ OBC കാൻഡിഡേറ്റിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഏജ് ലിമിറ്റ്, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലാണ് കട്ട് ഓഫ് ഡേറ്റ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. 1/5/2025 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതുപോലെ ഇവിടെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നുണ്ട്. ITI 2023 ITI പാസ്സായവരാണെങ്കിൽ അവർക്ക് അഫിഡവിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അഫിഡവിറ്റും കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഫിഡവിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ www.apprenticeship.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് സ്ലിപ്പും കൂടെ നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, ആധാർ IDയുടെ കോപ്പി അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ apprenticeship.gov.in എന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ സ്ലിപ്പ് കിട്ടും. സോ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇതിൻ്റെ അറ്റാച്ച് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ 2023 ITI പഠിച്ചവരാണെങ്കിൽ അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഫിഡവിറ്റും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് വേണം ഇതിനൊക്കെ ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. അതോടൊപ്പം ഈ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 15/6/2025 മുന്നേ നിങ്ങൾ ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് ത്രൂ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് അഡ്രസ്സ്: ജൂനിയർ മാനേജർ HR, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഇതാണ് മഹാരാഷ്ട്ര. ഇതാണ് ഫുൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഇതോടൊപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വേണം അതിനോട് അറ്റാച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.